സങ്കീർത്തനങ്ങൾ 7:12 മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും, അവൻ തന്റെ വില്ലു കുലച്ച് ഒരുക്കിയിരിക്കുന്നു. ദൈവത്തെ മറക്കുന്നവരെ കുറിച്ച് ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടയുപ്പാൻ ആരും ഉണ്ടാകിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഭയത്തോടെ ദൈവത്തെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊള്ളുവീൻ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവയത്തിലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതുകൊണ്ട് ലോകത്തിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാം. നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെയും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയുമായി തീരും. യെശയ്യാവ് 44:22 പറയുന്നു, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. യെഹെസ്കേൽ 21:9 പറയുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഒരു വാൾ, അതെ ഒരു വാൾ മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു. ആയതിനാൽ മാനസാന്തരപ്പെടുക. അവിടുത്തെ പ്രസാദം ജീവപര്യന്തമുള്ളത്, അവിടുത്തെ പ്രസാദമുള്ളത് ചെയ്യുവാൻ നമുക്കൊരുങ്ങാം. ഇച്ഛിക്കാത്ത തിന്മകൾ ഓരോ ദിവസവും നമ്മളിൽ വരുമ്പോൾ മനം തിരിഞ്ഞ് അവിടുന്ന് അടുത്ത് ചെല്ലാം. ദൈവ ഇഷ്ടത്തിനായി നമുക്ക് സമർപ്പിക്കാം. ആമേൻ.